BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യാത്രയുടെ മുന്നോടിയായി പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ കെ സുരേന്ദ്രൻ ദർശനം നടത്തി. വിവിധ മത പുരോഹിതരും പൗരപ്രമുഖരുമായും കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ്. വിനീഷ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര BJP ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. ഈ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്രയുടെ പര്യടനം നടക്കുന്നത്. രാവിലെ പാറമേക്കാവ് അതുപോലെ തന്നെ തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തിയാണ് ലോക്സഭാ മണ്ഡലത്തിലെ ആദ്യ പര്യടനം ആരംഭിച്ചിട്ടുള്ളത്. ഇനി വിവിധ സാമുദായിക നേതാക്കളും ഒപ്പം തന്നെ മതപുരോഹിതരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒപ്പം അദ്ദേഹം മറ്റു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള വിവിധ ജനങ്ങളെയും അദ്ദേഹം നേരിൽ കാണുന്നുണ്ട്. അങ്ങനെ വിവിധ പരിപാടികളാണ് ഇന്ന് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP പര്യടനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും നാളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നു. ഇതിൻ്റെ ഈ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സംസ്ഥാനത്ത് BJPയുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കും എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച സമയം മുതൽ വിവിധ സമൂഹത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരുടെ പിന്തുണയാണ് ഈ ഒരു പദയാത്രയിലുടനീളം BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച് BJPയുടെ ഭാഗമാകുകയും BJPയിലേക്ക് അംഗത്വം എടുക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് ഈ എല്ലാ പദയാത്രയുടെ പൊതുസമ്മേളന വേദികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി പ്രമുഖർ കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്ന് അടക്കമുള്ള നിരവധി പ്രമുഖർ BJPയുടെ ഭാഗമായി ദേശീയധാരയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് മോദിയുടെ വ്യക്തിപ്രഭാവവും മോദിയുടെ ഗ്യാരണ്ടിയും കേരളത്തിന് അനിവാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് BJPയിലേക്ക് എത്തുന്ന എല്ലാവരും വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും സംഘടനാ തലത്തിലും വലിയ തോതിലുള്ള ഒരു മാറ്റം സൃഷ്ടിക്കാൻ BJPക്ക് ഈ പദയാത്രയിലൂടെ സംസ്ഥാനത്ത് സാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലും ഉണ്ടാക്കുന്നുണ്ട്. എന്തായിരുന്നാലും നാളെയാണ് ഈ ഒരു പദയാത്രയുടെ കൊട്ടിക്കലാശം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പദയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അദ്ദേഹം പദയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വി വിനീഷ് തൃശ്ശൂരിൽ നിന്നും.